ഇന്നത്തെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മൂല കാരണം എന്ന് പറഞ്ഞാൽ മിക്കവാറും പ്രമേഹമായിരിക്കും. അതായത് എല്ലാവരും തന്നെ അധികം മധുരം കഴിക്കുന്നതുകൊണ്ടാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. നമ്മൾ ഒരു മാസത്തേക്ക് മധുരം സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഞാൻ ഡോക്ടർ പ്രിയ, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതായത് ഒന്നാമതായിട്ട് പ്രമേഹ നിയന്ത്രണത്തിലാക്കാം. ഇൻസുലിൻ ആ ഒരു പാത്വേ തന്നെ മാറിയിട്ട് നമ്മൾ കഴിക്കുന്ന അധികം അന്നജം കഴിച്ചാലോ അല്ലെങ്കിൽ അധികം മധുരം കഴിച്ചാൽ അതെല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഫാറ്റിന്റെ ഫോമിലായിരിക്കും. അതിന് പകരം ഇൻസുലിൻ എല്ലാം കൂടി അത് കൺവേർട്ട് ചെയ്ത് ഗ്ലൈക്കോജൻ പാത്വേ ഓപ്പൺ ആവുകയും സ്റ്റോർ ചെയ്ത ഫാറ്റ് എല്ലാം കൂടി ബേൺ ചെയ്യാൻ സഹായിക്കും. അതുവഴി നമുക്ക് എനർജി റിലീസ് ചെയ്യും. അപ്പോൾ നമ്മുടെ പ്രമേഹത്തിന്റെ ലെവൽ, അതായത് നോർമൽ ആയിട്ടുള്ള HbA1c നമ്മുടെ ബ്ലഡ് ലെവൽ കൊണ്ടുവരാനും പറ്റും. ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരഭാരം കുറയുകയും ചെയ്യും. കാരണം എക്സസ് ആയിട്ടുള്ള ഫാറ്റ് അവിടെ ബേൺ ആവുന്നുണ്ട്. ശരീരഭാരം കുറയുന്നത് വഴി നമുക്ക് മറ്റു പല രോഗങ്ങളും കൺട്രോൾ ചെയ്യാം. ഒന്നാമതായിട്ട് സന്ധിവേദനകൾ. ഇപ്പൊ അമിതവണ്ണം കൊണ്ടുണ്ടാവുന്ന മുട്ടുവേദന ശരീരഭാരം ഒരു 10% കുറഞ്ഞാൽ തന്നെ കുറയ്ക്കുന്നതായിട്ട് കാണും. ഇപ്പൊ PCOD പോലുള്ള ഒരു കണ്ടീഷനിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും അത് നമുക്ക് പ്രമേഹത്തിന് ചാൻസ് ഉണ്ട്. നമ്മളിവിടെ ഒരു ഡയബറ്റീസ് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത പോലെ തന്നെ PCOD കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അവിടെയും ശരീരഭാരം കുറയുന്നത് വഴി നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുന്നതും ഒരു പരിധി വരെ കുറയ്ക്കുന്നതായിട്ട് കാണാം. ഇനി മറ്റ് ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി അടുത്തൊരു ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല രോഗങ്ങളും, ഇപ്പൊ ഞാൻ പറഞ്ഞ പ്രമേഹം മാത്രമല്ല, ഇപ്പൊ ഗൗട്ട് പോലെ ഒരു കണ്ടീഷൻ, അവിടെ നമ്മൾ ഈ ഒരു അമിത പ്രോട്ടീൻ കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് ഫ്രക്ടോസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇന്നത്തെ എല്ലാ ബേക്കറി പ്രോഡക്ട്സിലും ഉണ്ട്. അപ്പൊ അത് കുറയ്ക്കുന്നത് വഴി, അല്ലെങ്കിൽ ഈ മധുരം നമ്മൾ അധികമായി കഴിക്കാതിരുന്നാൽ, പേസ്ട്രീസും കേക്ക്സും ഒക്കെ അധികം കഴിക്കാതിരുന്നാൽ ഗൗട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് യൂറിക് ആസിഡിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു മാറ്റം എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ മധുരം കുറയ്ക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ നാവിന്റെ സെൻസിറ്റിവിറ്റി ഒക്കെ പ്രോപ്പറായിട്ട് കിടക്കും. അതായത് നമുക്ക് എല്ലാ ഭക്ഷണം നല്ല ടേസ്റ്റോട് കിടക്കും. നമ്മൾ അധികം മധുരം കഴിക്കുന്ന സമയത്ത് നമ്മൾ മധുരം കഴിക്കും തോറും നമ്മുടെ ശരീരത്തിൽ ഡോപ്പമിൻ ഉണ്ടാവുകയും അത് വീണ്ടും വീണ്ടും മധുരം കഴിക്കാനൊരു ആസക്തി നമ്മളിൽ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ മധുരം സ്റ്റോപ്പ് ചെയ്താൽ ആ നാവിന്റെ സെൻസിറ്റിവിറ്റി ഒക്കെ പഴയതുപോലെ നോർമലാക്കി കിട്ടുകയും ടേസ്റ്റ് ബഡ്സ് ഒക്കെ ആക്റ്റീവ് ആവുകയും നമ്മൾ നല്ല ടേസ്റ്റോടുകൂടി ഭക്ഷണം കഴിക്കും. അപ്പോൾ നമ്മൾ തന്നെ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ തന്നെ അറിഞ്ഞ് കഴിക്കുമ്പോൾ നമുക്ക് വേണ്ടത് മാത്രമേ നമ്മൾ കഴിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ഡയറ്റും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ആമാശയത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റംസ് ഒക്കെ കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നത് കാണാം. ഇപ്പം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡൈജഷൻ നടക്കുന്നത് കാണാം. ഇപ്പം IBSന്റെ സിംറ്റംസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു പരിധി വരെ നമ്മൾ മധുരം കൺട്രോൾ ചെയ്ത് തന്നെ കുറയ്ക്കുന്നത് കാണാം. IBS എന്ന് പറഞ്ഞാൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. അതായത് ടെൻഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു യാത്ര പോകാനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ മലമൂത്ര വിസർജനത്തിനുള്ള ഒരു ടെൻഡൻസി കാണിക്കുക. ഈ ഒരു കംപ്ലയിൻസ് പൊതുവെ കാണിക്കുന്ന ആൾക്കാരിൽ മധുരം സ്റ്റോപ്പ് ചെയ്ത ഒരു പരിധി വരെ കുറയുന്നത് കാണാം. ഇനി പ്രമേഹം നിയന്ത്രിക്കുന്നത് വഴി നമുക്ക് കൊളസ്ട്രോളിന്റെ ലെവൽ, BPയുടെ ലെവൽ ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഹൃദ്രോഗ സാധ്യത വളരെയധികം കുറയുന്നുണ്ട്. നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് നമ്മുടെ HDL ലെവൽ, LDL ലെവൽ, VLDL ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്തത് വഴി ഹാർട്ട് പമ്പിങ് പ്രോപ്പർ ആക്കാൻ പറ്റും. ഇനി മധുരം കൺട്രോൾ ചെയ്താൽ തന്നെ നമ്മുടെ ഫാറ്റി ലിവർ ഒരു പരിധിവരെ കുറയ്ക്കാം. ഫാറ്റി ലിവർ 2-3 ഒക്കെ ആവുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ പേഷ്യൻസിനോട് പറയുന്നത് തന്നെ നമ്മൾ എപ്പോഴും കൊഴുപ്പ് കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന ഒന്നാണ് നമ്മൾ മധുരം കുറയ്ക്കാം. അപ്പം അധികമായി കിടക്കുന്ന എല്ലാം, ഇപ്പം മധുരമായാലും അധികം ഹൈ കലോറി ആകുമ്പോൾ അതെല്ലാം കൺവേർട്ടഡ് ഫാറ്റ് ആണ്. അതൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ലിവറിലായിരിക്കും. അപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മധുരം കുറയ്ക്കുക. അപ്പം ഫാറ്റി ലിവർ ഉള്ളവർക്ക് അത് ഒരു പരിധി വരെ നമുക്ക് മെഡിസിനോടൊപ്പം തന്നെ ഇത് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇനി ഒരു ഉറക്കത്തിന്റെ കേസ്, ഒരു മധ്യവയസ്കരിലൊക്കെ ഉറക്കമില്ല അല്ലെങ്കിൽ ഉറക്കമില്ലായ്മയുടെ കേസ് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ആ ഒരു മധുരം കൂടുതൽ കഴിക്കുന്ന ആൾക്കാരായിരിക്കും. അധികം മധുരം കഴിച്ചാൽ നമുക്കൊരു മയക്കം മാത്രമേ കിട്ടുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡീപ്പ് സ്ലീപ്പിലോട്ട് പോവില്ല. അപ്പോൾ മധുരം സ്റ്റോപ്പ് ചെയ്താൽ നിങ്ങളുടെ ഉറക്കം കംപ്ലീറ്റ്ലി കറക്റ്റായിട്ട് വരുന്നത് കാണാൻ പറ്റും. ഇനി അധികം മധുരം കഴിക്കുമ്പോൾ നമുക്ക് വേണ്ട പല പ്രോട്ടീൻസും ന്യൂട്രിയൻസും ഒക്കെ നമ്മുടെ ശരീരത്തിൽ എത്താതെ വരും. ഇപ്പം കുഞ്ഞു കുട്ടികളുടെ കേസാണെങ്കിൽ അവർ ആ ഒരു കേക്ക് അല്ലെങ്കിൽ കുക്കീസ്, ബിസ്ക്കറ്റ്സ് ഒക്കെ കഴിക്കുന്നത് വഴി അവർക്ക് അനീമിയ അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയയിലോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അയൺ ഉണ്ടെങ്കിൽ കൂടി ഇവ കഴിക്കുന്നത് വഴി നമുക്ക് അതൊക്കെ തടയുന്നതായിട്ട് കാണാം. അപ്പം മാക്സിമം ഈ വക ഭക്ഷണങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോഷകക്കുറവ് കുറയുന്നത് കാണാം. അപ്പം കാൽസ്യം മെറ്റബോളിസത്തിന്റെ കേസിലാണെങ്കിൽ കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ തടയുന്നതായിട്ട് നമുക്ക് മധുരം അധികം കഴിക്കുന്നതിൽ കൃത്യമായിട്ട് ഒരു എല്ലിന്റെ അല്ലെങ്കിൽ പല്ലിനൊന്നും ബലമില്ലാതായി പോവുകയും അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം മധുരം ഉള്ളത് കൊണ്ട് തന്നെ കാൽസ്യം അബ്സോർപ്ഷൻ കൃത്യമായി നടക്കാത്തത് കൊണ്ടാണ്. ഇനി ഇപ്പൊ കുട്ടികളുടെ കേസ് പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ അധികം മധുരം കഴിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ പല്ലിനുള്ളിലോ അല്ലെങ്കിൽ അതൊക്കെ നമുക്കൊരു ക്യാവിറ്റി ഫോർമേഷന് കാരണമാവുന്നുണ്ട്. മധുരം എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ മധുരത്തിന്റെ ആ ഒരു ലെവൽ കൺട്രോൾ ചെയ്താൽ തന്നെ ഈ വക പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കുറയാം. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻഫെക്ഷൻസ് നമുക്ക് കുറയുന്നതാണ്. പ്രതിരോധ ശേഷി വളരെയധികം കൂടുന്നതായി നമുക്ക് കാണാറുണ്ട്.
അപ്പോൾ നമുക്ക് 1-2 മാസം കൊണ്ട് തന്നെ റെക്കറൻറ്റ് ഇൻഫെക്ഷൻസ് വരുന്ന എല്ലാ കേസ് നോക്കിക്കഴിഞ്ഞാലും അവർക്ക് അധികമായി മധുരം കഴിക്കുന്നവരായിരിക്കും. കാരണം ഇൻഫെക്ഷൻസ് വരുന്ന വഴി അവരുടെ ബ്ലഡിലാണെങ്കിലും ഗ്ലൂക്കോസ് ലെവൽ ഹൈ ആണ്, ഓർഗാനിസംസ് എല്ലാ രീതിയിലും മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ UTI പോലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ എടുക്കുന്ന കേസിലും ഒക്കെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ അധികം മധുരം കഴിക്കുന്നവരായിരിക്കും. അപ്പോൾ പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് കുറയാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ സ്കിന്നിൻ്റെ ഗ്ലോ മാറ്റം വരുന്നുണ്ട്. അതിന് പ്രധാന കാരണം അധികം മധുരം അല്ലെങ്കിൽ ഹൈ കലോറി അല്ലെങ്കിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണങ്ങൾ നമ്മൾ അധികമായി കഴിക്കുകയാണെങ്കിൽ നമുക്ക് പിമ്പിൾസ് വരാൻ അല്ലെങ്കിൽ മുഖക്കുരു വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ അവർക്ക് കുറച്ചുകൂടെ ഓയിൽ സെക്രീഷൻ കൂടി ഉണ്ടെങ്കിൽ ആ ഇൻഫെക്ഷൻസ് വളരെയധികം പെട്ടെന്ന് വരുന്നുണ്ട്. അപ്പോൾ മുഖക്കുരു ആണെങ്കിലും അതിൽ സെക്കൻഡറി ഇൻഫെക്ഷൻസ് വരികയും അതിൽ പെട്ടെന്ന് മൈക്രോ ഓർഗാനിസംസ് മൾട്ടിപ്ലൈ ചെയ്യും, അത് വീണ്ടും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എന്ന് ആ ഒരു ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഷുഗർ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് മുഖക്കുരു അല്ലെങ്കിൽ ആ സ്കിന്നിൻ്റെ ഗ്ലോയിൽ തന്നെ മാറ്റം വരുന്നതായിട്ട് കാണാൻ പറ്റും. ഈ പറഞ്ഞ ഹെൽത്ത് ബെനിഫിറ്റിനപ്പുറം നമുക്ക് മെൻ്റലി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. നമ്മൾ മധുരം കഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും അത് കഴിക്കണം എന്നുള്ളൊരു ടെൻഡൻസി തോന്നിയിട്ട് നമുക്ക് ആ ഒരു മെൻ്റൽ ഡിപ്രഷനിലോട്ട് അല്ലെങ്കിൽ ആ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷനിലോട്ട് കംപ്ലീറ്റ്ലി കിട്ടില്ല. എപ്പോഴും റിലാക്സ് ആയിട്ടിരിക്കാനും ഹാപ്പി ആയിട്ടിരിക്കാനും ഈ മധുരം കംപ്ലീറ്റ് ആയിട്ട് നിർത്തുന്നത് വളരെ നല്ലതാണ്. ആ ഒരു അഡിക്ഷനാണ്, എപ്പോഴും മധുരം കഴിക്കുക എന്നുള്ളത് ഒരു അഡിക്ഷനായിട്ട് നമുക്ക് തന്നെ തോന്നാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കും, മെൻ്റലി ഹാപ്പി ആയിട്ടിരിക്കാനും പറ്റും. അപ്പോൾ ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് 1-2 മാസം നിങ്ങൾക്ക് മധുരം നിർത്തുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ 1-2 മാസം മധുരം കംപ്ലീറ്റ് ആയിട്ട് നിർത്തുമ്പോൾ ആദ്യത്തെ ഒരു 5-10 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ മധുരത്തിനോടുണ്ടാകുന്ന ആ ഒരു ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങളോട് തന്നെ ഒരു വീണ്ടും വീണ്ടും ഒരു താല്പര്യം തോന്നും. അപ്പം നമ്മളൊരു 10 ദിവസം കംപ്ലീറ്റ്ലി മധുരം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു 1 to 2 months എങ്കിലും കണ്ടിന്യൂസ്ലി അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ആ ഒരു 10 ദിവസമാണ് ഭയങ്കര ഒരു ക്രൂഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഈ കേൾക്കുന്ന എല്ലാവരും തന്നെ ഇതിനു വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ രോഗം ഒക്കെ കംപ്ലീറ്റ്ലി മാറാൻ പറ്റും, കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും. ഇത് കൂടാതെ തന്നെ മറ്റ് പല രോഗങ്ങൾക്കും കംപ്ലീറ്റ്ലി മധുരം ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും. എപ്പോഴും മധുരം കഴിക്കാൻ തോന്നുന്ന സമയത്ത് എന്തെങ്കിലും ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അതിന് പകരം കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും. ഈ പറഞ്ഞ ഒരു ബെനിഫിറ്റ്സ് കൂടാതെ തന്നെ അമിതവണ്ണത്തോടൊപ്പം തന്നെ കുടവയർ പലരെയും അലട്ടുന്നൊരു പ്രശ്നമാണ്. അപ്പം നമുക്ക് കുടവയർ കുറയ്ക്കാൻ വേണ്ടി പല വ്യായാമം ചെയ്യുന്നവരും പല ഡയറ്റ് ചെയ്യുന്നവരും ഒക്കെ നമ്മൾ ഷുഗർ കട്ട് ചെയ്യാനാണ് ബേസിക്കലി പറയുക. അപ്പോൾ അതിൽ നിന്ന് മാത്രമേ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടൂ. അപ്പോൾ ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മൾ പഞ്ചസാര മാത്രം പോരാ, തേൻ, ശർക്കര, കരിപ്പെട്ടി ഇവയെല്ലാം ഷുഗറിൻ്റെ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി എല്ലാവരും ഒഴിവാക്കുക. അപ്പം ഫ്രൂട്ടൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ എല്ലാവരും കട്ട് ചെയ്തിട്ട് തേൻ ഒഴിച്ച് ജ്യൂസ് അടിച്ച് കഴിക്കുക എന്നുള്ളൊരു ശീലമുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് കംപ്ലീറ്റ്ലി എല്ലാ തരത്തിലുള്ള ഷുഗർ ഐറ്റംസും കംപ്ലീറ്റ്ലി നിർത്തണം. അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾ ജ്യൂസ് അടിച്ച് കഴിക്കുന്നതിലും ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് അവർ ഹോളായിട്ട് കട്ട് ചെയ്ത് കഴിക്കുന്നത് തന്നെയാണ്. മാക്സിമം അങ്ങനെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ ലക്ഷണങ്ങളോടൊപ്പം തന്നെ ഇപ്പം സ്ത്രീകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ യൂട്രൈൻ ഫൈബ്രോയിഡ് പോലെയുള്ള കേസുകൾ, അപ്പം അങ്ങനത്തെ ഒരു കേസ് വരികയാണെങ്കിൽ ഇപ്പം PCOD എങ്ങനെ കൺട്രോൾഡ് ആയോ അതുപോലെ തന്നെ യൂട്രൈൻ ഫൈബ്രോയിഡിലൊക്കെ അധികമായിട്ട് മധുരം വരുന്നതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതുകൂടാതെ തന്നെ പല ക്യാൻസർ ഗ്രോത്തിന് നമുക്ക് മധുരം കൂടുതലായിട്ട് കഴിക്കുന്ന ഒരു കാരണമാണ്. ഇപ്പോൾ കുടലിലുണ്ടാവുന്ന ക്യാൻസേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ലിവർ ക്യാൻസേഴ്സ് ഒക്കെ കണ്ടീഷൻസിലൊക്കെ അവർ ബേസിക് കോസ് എന്ന് പറയുന്നത് നമ്മൾ ഈ കഴിക്കുന്ന മധുരമാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് ഒരു എനർജി റിലീസിങ് അല്ല ഈ മധുരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവയൊക്കെ നമുക്ക് ക്യാൻസർ ഗ്രോത്തിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ടെൻഡൻസി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ കംപ്ലീറ്റ്ലി ഷുഗർ അവോയ്ഡ് ചെയ്യുന്നത് നമുക്ക് ഈ പറഞ്ഞ രോഗങ്ങളെയൊക്കെ തടയാൻ പറ്റും. ഇനി പറഞ്ഞതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗൗട്ടിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു അതുപോലെ തന്നെ മറ്റ് ആർത്രൈറ്റിസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. കാരണം കാൽസ്യം അബ്സോർപ്ഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലുകൾ പെട്ടെന്ന് സോഫ്റ്റായി പോകുന്നതാണ്. അപ്പോൾ എല്ലുകൾ സോഫ്റ്റായി പോകുന്നത് വഴി നമുക്ക് സൈനോൽ ഫ്ലൂയിഡിൽ ആ ഒരു കുറവ് വരികയും അതുവഴി 2 ജോയിൻസിൽ എല്ലുകൾ തമ്മിൽ ഉരയാൻ കാരണമാവുകയും അത് നമുക്ക് വേദനയ്ക്ക് കാരണമാകുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കാൽസ്യം അബ്സോർപ്ഷൻ നടക്കാതെ വരികയും നമ്മൾ ഒരുപാട് കാൽസ്യം അടങ്ങിയ പാലോ മുട്ടയോ റാഗിയോ ഒക്കെ കഴിക്കുന്നവരായിരിക്കും. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ മധുരം അടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ ഒരുപാട് കഴിക്കുന്നുണ്ടെങ്കിൽ ഈ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കൃത്യമായി നടക്കില്ല. ഇങ്ങനെ കൃത്യമായി നടക്കാത്തതുകൊണ്ടാണ് ഈ എല്ലുകൾ പെട്ടെന്ന് സോഫ്റ്റായി പോവുക, പല്ലുകൾ പൊടിഞ്ഞു പോവുക, നഖത്തിൽ പൊട്ടൽ വീഴുക, നഖത്തിൽ വിണ്ട് ഇറൽ വീഴുക, ഈ വക പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. അപ്പം ഇവയൊക്കെ കൺട്രോൾ ചെയ്യുക. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാവുന്നതായ ചേഞ്ചസിനൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി ഒരുപാട് ക്രീംസോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിലൂടെ പോകുന്നതിന് മുൻപ് ഫുഡ് കൺട്രോൾ ചെയ്താൽ മാത്രം മതി. ഫുഡ് കൺട്രോൾ ചെയ്യുക, കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. അപ്പോൾ തന്നെ സ്കിന്നും മുടിക്കൊക്കെ നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.